നമ്മൾ ഹിന്ദുക്കൾ രാമായണ മാസം ആചരിക്കുകയാണ്. ഈ രാമായണം നേരത്തെ നമ്മുടെ ഡോക്ടർ ആരിഫ് പറഞ്ഞതുപോലെ വിമർശനത്തിന് അതീതമൊന്നുമല്ല, വിമർശിക്കാം. പക്ഷേ ഈ ശ്യാംകുമാർ റമദാൻ വേളയിൽ ഖുറാനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പരമ്പര എഴുതുമോ? അതിന് മാധ്യമം ദിനപത്രം എഡിറ്റോറിയൽ പേജ് വിട്ടുകൊടുക്കുമോ? അനിൽ, ശ്യാംകുമാർ അങ്ങനെ ലേഖനം എഴുതുമോ എന്ന് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. മാധ്യമം പത്രം എഡിറ്റോറിയൽ പേജ് വിട്ടുകൊടുക്കും എന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും. വിട്ടുകൊടുക്കുമോ? ഇസ്ലാമിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ മാധ്യമ ദിനപത്രത്തിൽ ഞാൻ അതിൻ്റെ എഡിറ്ററായിരുന്ന കാലത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് വിവാദങ്ങൾ വന്നു. വിവാദങ്ങൾക്ക് മറുപടി കൊടുത്തു. 10-12 ലേഖന പരമ്പരകൾ തന്നെ വന്നു. മാധ്യമം ശ്രദ്ധിച്ച് അതിന് ആദ്യകാല ലക്കങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് പുതിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ഇസ്ലാം ഫോബിക് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിപ്പൊന്തിച്ച് ഈ ആരിഫ് ഹുസൈനൊക്കെ ഇസ്ലാമിൽ നിന്ന് ഇറങ്ങിപ്പോയനാ, ഔട്ടടിച്ച് പോയതാ. എന്നിട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് ഒരു ഇതുപോലെ എന്താ വൈദ്യുതി ലൈമൽ കാക്ക തട്ടി കാക്കൻ്റെ ചിറക് താഴെ വന്നാൽ ബംഗ്ലാദേശിൽ കാക്കകൾ കൂട്ടാത്മഹത്യ, ഇസ്ലാം തകർന്നു, പാകിസ്ഥാനിൽ എലി ചത്തു, ഇസ്ലാം തകർന്നു, ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവൻ്റെ ഒക്കെ ഇതൊന്നും മറുപടി അറിയിക്കുന്നതേ അല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക ദൃഷ്ട്യ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ അറിവുകളും അതുപോലെയുള്ള പരിസരത്തുമുള്ള നിരവധി താല്പര്യങ്ങളോട് കൂടിയ ജനവിഭാഗം. ആ ജനവിഭാഗങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയെല്ലാം വിട്ടുവീഴ്ച ചെയ്യണം, എങ്ങനെയെല്ലാം മറ്റുള്ളവരെ ഉൾക്കൊള്ളണം, പാവങ്ങളോട് എങ്ങനെ പെരുമാറണം, സമ്പന്നരവരുടെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം മുതലായ കാര്യങ്ങൾ ഇവർക്ക് ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുടെ അഭാവത്തിൽ എങ്ങനെയാണ് ഈ ലോകം നിലനിൽക്കുക? ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ല. മനുഷ്യർക്ക് വ്യത്യസ്ത കഴിവുകളാണ്, വ്യത്യസ്തമായ യോഗ്യതകളാണ്, വ്യത്യസ്തമായ അറിവുകളാണ്, പലതുമാണ്. ഇതെല്ലാം തന്നെ ഒരു വ്യവസ്ഥയിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവികമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. മനുഷ്യരുണ്ടാക്കിയാൽ മതിയാവില്ല. കമ്മ്യൂണിസ്റ്റ് കാറൽ മാർക്സ് ഉണ്ടാക്കിയാൽ തൊഴിലാളികളുടെ മേധാവിത്വമായിരിക്കും അതിൽ മുഴച്ചു നിൽക്കുക, താല്പര്യങ്ങളായിരിക്കും മുഴച്ചു നിൽക്കുക. അല്ലെങ്കിൽ എംഗൽസ് ഉണ്ടാക്കിയാൽ മറ്റവരുടേതായിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് ദൈവം ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. ദൈവം ആ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ മനുഷ്യൻ മുതൽക്ക് ആദം, എല്ലാവരും അംഗീകരിക്കുന്ന ആദം, നോഹ മുതലായ ആൾക്കാർ, അവരിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നതിന് അതാത് കാലത്ത് വ്യത്യസ്തരായ നാടുകൾ വ്യത്യസ്തമായ ആളുകളെ അയച്ചുകൊണ്ട് ഈ ഇസ്ലാം എല്ലാം യേശു ക്രിസ്തു കൊണ്ടുവന്ന ഇസ്ലാമാണ്, മോസസ് പ്രവാചകൻ കൊണ്ടുവന്നത് ഇസ്ലാമാണ്, അബ്രാഹത്ത് കൊണ്ടുവന്ന ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ അതനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. പലരും അതിൽ ചില മൂല്യങ്ങളോട് യോജിക്കാൻ കഴിയാതെ ഈ മറ്റ് പലതും താല്പര്യം കൊട്ടുകൊണ്ട് പുറത്തു പോയി അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മൾ കാര്യത്തിലെടുക്കുന്നില്ല. അപ്പം ഈ വ്യവസ്ഥിതിയിൽ കാലികങ്ങളായ പരിഷ്കരണങ്ങൾ അതാത് അവസരങ്ങളിൽ അക്കാലത്തെ പണ്ഡിതന്മാരും അതിൽ വിശ്വാസമുള്ളവരും സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുക എന്നതാണ് ഫലപ്രദമായി ചെയ്യേണ്ടത്. അതിനാണ് ഇജ്തിഹാദ്, ഗവേഷണം നടത്തുക എന്ന് പറയുന്നത്. ആ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ അവയവമാറ്റം പുതിയൊരു പ്രശ്നമാണ്. അവയവമാറ്റം പാടുണ്ടോ പാടില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ഇതാണ് വളരെ സംക്ഷിപ്തമായി ഇസ്ലാമിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. പിന്നീടുള്ളത് നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ വർത്താനം. അതായത് ശേഖരൻ മൗലവി സെക്യുലറിസത്തിന് വേണ്ടി വാദിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ശേഖരൻ മൗലവിൻ്റെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന് വർഷങ്ങളോളം പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് സെക്യുലറിസമായോ അല്ലെങ്കിൽ അതുപോലത്തുള്ള ഈ ആധുനിക ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുമായോ പറയത്തക്ക ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്വത്തിൽ ഒരുപോലത്തെ അവകാശമാണ്. യൂസിക്കും മുല്ലാഫി ഔലാദിക്കും ഇതൊക്കെ മിസ്ലയിൽ ഉൻസയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വാചകത. നിങ്ങളുടെ ആൺകുട്ടികളുടെ പകുതി അഥവാ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ നേർപകുതി സ്വത്തേ ഉള്ളൂ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ശ്രമിക്കുകയും ഏതാണ്ട് ഈ ലോകത്തിൽ തന്നെ മുഴുവൻ പണ്ഡിതന്മാർക്കും അത് സംബന്ധമായി സൈക്കോളജിസ്റ്റ് ചെയ്ത് ഞാനൊക്കെ ചെയ്യാൻ കൂടിയ ആളാണ്. ലോക പണ്ഡിതന്മാർക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം വരാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരായിരുന്നില്ല ഒട്ടുമിക്ക പണ്ഡിതന്മാർ.